Good morning. Question number 5. The email is reminding staff that the email is reminding staff. ഈ ഒരു ഇമെയിൽ നമ്മുടെ സ്റ്റാഫ് ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ഓർമ്മിപ്പിക്കുന്നത് അതറിയാനായിട്ട് നമുക്ക് ഓപ്ഷൻസിന് മുമ്പ് എക്സ്ട്രാക്റ്റിലേക്ക് പോകാം. ടു ഓൾ സ്റ്റാഫ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ബെഡ് റെയിൽസ്. Patients in hospital may be at risk of falling from bed for many reasons, including poor mobility, dementia or delirium, visual impairment, and the side effects of treatment and medication. Patient in hospital may be at risk of falling from the bed. അതായത് നമ്മൾ ഈ ആശുപത്രിയിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ബെഡിൽ നിന്ന് താഴെ വീഴാനുള്ള സാധ്യതയും അല്ലെങ്കിൽ താഴെ വീണ് അതുവഴി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് പുവർ മൊബിലിറ്റി, അവർക്ക് മൊബിലിറ്റി ഓക്കെ അല്ലാത്തത്, ഡിമെൻഷ്യ അല്ലെങ്കിൽ ഡെലിവറിയും ഒരു കാരണമാകാം, കാഴ്ച ഒരു പ്രശ്നമാകാം, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്നിൻ്റെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റ് ആകാം. അപ്പം ഈ ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ട് പേഷ്യൻസ് ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് താഴെ വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയാണ്. Bed rails can be used as a safety device intended to reduce risk. അതായത് ഈ ഒരു അപകടത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ സാധിക്കും? ബെഡ് റെയിൽസ്, ഒരു സുരക്ഷാ സംവിധാനം എന്ന നിലയ്ക്ക് ബെഡ് റെയിൽസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. However, എന്നിരുന്നാലും ബെഡ് റെയിൽസ് aren't appropriate for all patients and their use involve risk. പക്ഷേ നമ്മളിപ്പം ഈ ബെഡ് റെയിൽ കിടക്കയിൽ നിന്ന് ആളുകൾ താഴെ വീണ് ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ബെഡ് റെയിലുകൾ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ പോലും ബെഡ് റെയിൽസ് ആറിൻറ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഓൾ പേഷ്യൻസ്. എല്ലാ പേഷ്യൻസിനും എന്ത് അനുയോജ്യമല്ല? ഈ ബെഡ് റെയിൽസ് അനുയോജ്യമല്ല. തന്നെയല്ല, ഇൻവോൾവ്സ് റിസ്ക്. ചില പേഷ്യൻസ് നമ്മൾ ബെഡ് റെയിൽ വെക്കുന്നതാണ് റിസ്ക് ആയിട്ട് വരുന്നത്. നോർമൽ സജസ്റ്റഡ് അറൌണ്ട് 1,250 patients injure themselves on bed rails annually. നമ്മളൊരു സാധാരണ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,250 പേഷ്യൻസ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ബെഡ് റെയിൽസ് മൂലം അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, മുറിവുകൾ പറ്റാറുണ്ട്. യൂഷ്വലി സ്ട്രേറ്റ്സ് ആൻഡ് ഫ്രൂഷ്യസ് ഓൺ ദെയർ ലെഗ്സ്. ഇതൊരു സാധാരണ ഒരു തൊലി പോകുക അങ്ങനെയുള്ള ചെറിയ ചെറിയ അപകടങ്ങളാണ് കാലിലുണ്ടാകുന്നത്. Statistics shows 44,000 reports of patients fall from bed annually resulting in 11 deaths. നമ്മളൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം 44,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പേഷ്യൻസ് കട്ടിൽ നിന്ന് വീണതായിട്ടുള്ള. അപ്പം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 11 മരണങ്ങൾ നടക്കാറുണ്ട്. While death due to bed rail entrapment occurs as less than 1 every 2 years. അപ്പം ഈ ബെഡ് റെയിൽ ഇല്ലാത്തപ്പം താഴെ വീണ് ഒരു വർഷം 11 മരണങ്ങൾ സംഭവിക്കുമ്പോൾ ബെഡ് റെയിലിൽ എൻട്രാപ്മെന്റ് വഴി, അതായത് ബെഡ് റെയിൽ കുടുങ്ങുന്ന വഴിയുള്ള മരണങ്ങൾ എന്ന് പറയുന്നത് 2 വർഷത്തിൽ 1 താഴെ. ആൻഡ് ദർ അവോയ്ഡബിൾ ഇഫ് ദ റെലവന്റ് അഡ്വൈസസ് ഫോളോ. തന്നെയല്ല, നമ്മൾ ആവശ്യമായിട്ടുള്ള അഡ്വൈസ്, ഉപദേശങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്കിനെ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. Staff should continue to take great care to avoid bed rail entrapment. ഈ ഒരു ബെഡ് റെയിലിൽ കുടുങ്ങിയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? ഒരുപാട് റിസ്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ബി അവെയർ ദാറ്റ് ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് there may be a great risk of harm to patients who fall out of the bed. ഇനിയിപ്പോൾ നമ്മൾ ഈ ബെഡ് റെയിലിൽ കുടുങ്ങിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ അപകടങ്ങളെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് മുൻകരുതലുകൾ എടുക്കണമെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് there may be a great risk of harm to patients. ഈ പേഷ്യൻസിന് അപകടങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ who fall out of the bed, ബെഡിൽ നിന്ന് താഴെ വീണുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. നമുക്ക് ചോദ്യം നമ്മുടെ വായിക്കാം. The email is reminding staff that, അതായത് ഈ ഇമെയിൽ നമ്മളെ സ്റ്റാഫുകളെ ഓർമ്മിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ benefits of to patients of using bed rails can outweigh the dangers. അതായത് നമ്മൾ ഈ ബെഡ് റെയിൽസ് ഉപയോഗിക്കുമ്പോഴത്തേനുണ്ടാകുന്ന ഗുണങ്ങൾ, എങ്ങനെയുള്ള ഗുണങ്ങൾ? ഔട്ട്വേ ദ ഡേഞ്ചർ. ഈ ഒരു അപകടങ്ങളെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ അപകടങ്ങളെക്കാളും ഗുണകരമായിട്ട് വരുന്ന പ്രശ്നം, അതായത് അപകട സാധ്യത കുറയ്ക്കാനായിട്ട് ബെഡ് റെയിൽസ് കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റി ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ പാരഗ്രാഫ് എൻറ്റയർലി നോക്കിക്കഴിഞ്ഞാൽ
ഈ ബെഡ് റെയിൽ ഇല്ലാതെ 44,000 അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ 11 മരണങ്ങളുണ്ട്. എന്നാൽ ബെഡ് റെയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തിൽ ഒന്നിൽ താഴെ മരണങ്ങൾ മാത്രമേ ശരാശരി നിലയിൽ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബെഡ് റെയിൽസ് വെച്ചാലുള്ള ഗുണങ്ങളെ പറ്റി പറയുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ആൻസർ എ ആകാനുള്ള സാധ്യതയും അല്ലെ. നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, എ ഒരു ക്വയറി ആയിട്ട് നിർത്തിയിട്ട് ബി ഓപ്ഷനിലേക്ക് പോകുന്നു. ഓപ്ഷൻ ബി പറയുന്നത് നമ്പർ ഓഫ് ബെഡ് റെയിൽസ് റിലേറ്റഡ് ആക്സിഡൻസ് ഹാവ് റീച്ച്ഡ് അൺഅക്സെപ്റ്റബിൾ ലെവൽസ്. അതായത് ബെഡ് റെയിൽ കൊണ്ടുള്ള അപകടങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലവാരത്തിൽ എത്തിയിരിക്കുന്നു. ശരിക്കും അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. കാരണം അവിടെ 11 മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ 2 വർഷത്തിൽ ഒന്നിൽ താഴെ മരണങ്ങൾ മാത്രമേ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു അൺഅക്സെപ്റ്റബിൾ നിലവാരത്തിലേക്ക് പോയി എന്നുള്ളതല്ല, കുറച്ചുകൂടെ സേഫ് ആണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അതൊരു ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. പിന്നെ നമുക്കുള്ളത് സി ആണ്. പേഷ്യൻസ് കണ്ടീഷൻ ഷുഡ് ബി സെൻട്രൽ ടു എനി ഡിസിഷൻ അബൌട്ട് ദ യൂസ് ഓഫ് ബെഡ് റെയിൽസ്. അതായത് നമ്മൾ ബെഡ് റെയിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് പേഷ്യൻസിന്റെ കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് ആ ഓരോ കണ്ടീഷൻസ് അനുസരിച്ച് വേണം നമ്മൾ ബെഡ് റെയിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ദാറ്റ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ പേഷ്യൻസ് നോ, അല്ലെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻസ് നോ. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സി എന്ന് പറയുന്ന ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഓപ്ഷൻ എ, ബെനിഫിറ്റ്സ് ടു പേഷ്യൻസ് ഓഫ് യൂസിങ് ബെഡ് റെയിൽസ് കൻ ഔട്ട്വേ ദ ഡേഞ്ചേഴ്സ്. അതായത് ഈ ബെഡ് റെയിൽസ് ഉപയോഗിക്കുമ്പോഴത്തേന് നമ്മളുടെ ഈ കട്ടിൽ നിന്ന് വീണുള്ള അപകടങ്ങളെ ഔട്ട്വേ ചെയ്യാനായിട്ട്, മറികടക്കാനായിട്ട്, അതിനേക്കാളും കുറച്ചും കൂടെ നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ള ആൻസറാണ് കറക്റ്റ്. സോ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us.